ഓണക്കാലത്ത് 2200 കോടി രൂപ സംസ്ഥാനം കടമെടുക്കുമെന്ന വാർത്തകൾ കൂടി വരികയാണ്. ഇതോടെ UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള കടമെടുപ്പ് 14,400 കോടിയാകും. കേന്ദ്ര അനുമതി പ്രകാരം ഈ വർഷം 8,600 കോടി രൂപ കേരളത്തിന് കടമെടുക്കാൻ കഴിയും. TV പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. TV പ്രസാദ്, ഇനി 8,600 കോടി രൂപ കൂടി കടമെടുക്കാം. പക്ഷേ ആകെയുള്ളതിന്റെ പകുതിയിലേറെ ഇതുവരെ കടമെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നതുകൂടിയുണ്ട് ആ കണക്ക് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഓണക്കാലമാണ്, കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ശമ്പളം കൊടുക്കണം, ബോണസ് കൊടുക്കണം, ചെലവുകൾ നോക്കണം, അങ്ങനെ എല്ലാം കൊടുക്കണം. അതാണ് മാധു പ്രധാനപ്പെട്ട കാര്യം. ഓണമാണ്, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെ പറഞ്ഞതുപോലെ ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, ഒപ്പം ക്ഷേമ പെൻഷൻ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാം കൂടി ഏതാണ്ട് സർക്കാരിന് വേണ്ടത് 10,000 കോടിയിലേറെ രൂപയാണ് വേണ്ടത്. അതിലേക്കായിട്ടാണ് ഇപ്പോൾ ഈ കടമെടുപ്പ് പരിധി കൂട്ടണം എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അനുവദിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഇപ്പോഴിതാ UDF സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം മാത്രം കടമെടുപ്പ് 14,000 കോടി കടന്നു എന്ന കണക്കാണ് പുറത്തേക്ക് വരുന്നത്. ചെലവിന് ഒരു കുറവുമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഓണം കൂടി വന്നു ചേർന്നതോടെ അതിൻ്റെ ഭാഗമായി ബാക്കിയെല്ലാം കൊടുത്തു തീർക്കേണ്ടതുമുണ്ട്. ഇങ്ങനെ പറയുമ്പോഴും ഇത്രയും കാലമായി ക്ഷേമനിധിയുടെ ഭാഗമായി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുൾപ്പെടെ മാസങ്ങളുടെ കുടിശ്ശികയായി കിടപ്പുണ്ട്. അതുൾപ്പെടെ കൊടുക്കുമോ എന്ന കാര്യം അറിയില്ല. എന്തായാലും വീണ്ടും കടമെടുക്കുകയാണ് സർക്കാർ. ആകെ കടം കൂടിക്കൂടി വരുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഓണത്തിന്റെ ചെലവ് കുത്തനെ കൂടുകയുമാണ് സർക്കാരിന്. മാധു, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ 14,000-ലധികം കോടി രൂപ കടമെടുത്തിരിക്കുന്നു എന്നതാണ് സാഹചര്യം. മാത്രമല്ല, ചിലവുകളുള്ള ഓണക്കാലം ഇനി പൂർണ്ണമാക്കണമെങ്കിൽ, പരാതികളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പണം കൂടിയേ തീരൂ. 10,000 കോടി എങ്കിലും വേണം ഈ മാസം ഒന്ന് കടന്നു പോകാൻ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മുമ്പ് സിനിമയിൽ കേട്ടിട്ടുണ്ടല്ലേ, ഒരു 2-2.5 കോടി വേണം കഷ്ടപ്പെട്ടൊന്ന് കടന്നു പോകാൻ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ ഓണക്കാലം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പണം എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കേണ്ടാത്തതാണ്. ഓണാഘോഷങ്ങൾ നടത്തേണ്ടതുണ്ട്, തിരുവനന്തപുരത്തൊക്കെ ഓണാഘോഷം നടത്തേണ്ടതുണ്ട്, എല്ലായിടത്തും ഇപ്പോൾ തൃക്കാക്കര, അത്തച്ചമയം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പണം ചെലവഴിക്കേണ്ടുന്ന ഒരു മാസം കൂടിയാണ്.